പടത്തിൻ്റെ തുടക്കത്തിൽ ഡി-ഏജിങ് ആയിട്ടുള്ള നമ്മുടെ ചിരുവണ്ണൻ രാമേട്ടന് അവിടെയുള്ള ഒരു കാട്ടുവാസികൾക്ക് കൊടുക്കണ കാട്ടിയിട്ടാണ് പടം തുടങ്ങുന്നത്. നിങ്ങൾ ചോദിക്കും എന്താ ചിരുവണ്ണൻ വവ്വാലി ചപ്പിയ പോലെ ഇരിക്കണേന്ന്. മൂപ്പര് 20 വയസ്സുകാരനാക്കിയതാണ് ഡി-ഏജിങ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ രാമേട്ടൻ വളർന്നു വലുതാവും. പിന്നെ മൂപ്പരൊരു നന്മ മരാണ് ഗൈസ്. നമസ്കാരം. പിന്നെ ഈ പഞ്ചായത്തിലൊരു ചേച്ചി ഉണ്ട്, പൂജേച്ചി. ആ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ക്രഷാണ് പൂജേച്ചിയോട്. ഓ, എന്നെ അത്രയ്ക്കങ്ങ് ഇഷ്ടമാണോ പാപ്പി? പൂജേച്ചി എന്നിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും തളർവാദം വന്ന രോഗീനെ നീ പാട്ട് പാടിയിട്ട് എഴുന്നേറ്റ് ഓടിപ്പിക്കണം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടാമെന്ന് പറയും. എന്നിട്ട് ഇങ്ങേരെ ഏതാണ്ട് അസുഖമുള്ള ആളുടെ അടുത്ത് പോയിട്ട് പാട്ട് പാടും. ഇവന്മാരിത് ഉദ്ദേശിച്ചേക്കുന്നത് കോമഡി ആട്ടാ. എന്ത് ചെയ്യുന്ന കോമഡിയാണ്. പിന്നെ ഒരു ദിവസം രാമേട്ടൻ്റെ പഞ്ചായത്തിലെ അമ്പലത്തിൽ നിന്ന് കുറച്ച് സ്വർണം കള്ളന്മാരെ അടിച്ചോണ്ട് പോവും. അപ്പം നമ്മുടെ രാമേട്ടൻ ആ കള്ളന്മാരെ പിടിക്കാനായിട്ട് പോവും. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. രാമേട്ടൻ എന്നിട്ട് ആ കള്ളനെ പിടിച്ചിട്ട് കുറച്ചു നേരം ഉപദേശിക്കും. സുഗതൻ ഒരു കള്ളനായിരുന്നു സുഹൃത്തുക്കളെ. സുഗതൻ ഇന്ന് ഇപ്പൊ മോഷ്ടിക്കത്തില്ല. സുഗതൻ ഒരു പുതിയ ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ രാമേട്ടൻ ആ പഞ്ചായത്തിലെ വലിയ ഗുസ്തിക്കാരനാ. അപ്പം നമ്മുടെ പൂജേച്ചിയുടെ അപ്പൻ എൻ്റെ മോളിയും കൂടി ഒന്ന് ഗുസ്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാമേട്ടൻ്റെ അടുത്തേക്ക് അയക്കും. പിന്നെ നമ്മുടെ രാമേട്ടൻ നമ്മുടെ പൂജേച്ചിനെ ഗുസ്തി പഠിപ്പിച്ച് അവസാനം വളയ്ക്കും ഗൈസ്. ഉസിരേ നീതാനേ നീതാനേ നിഴലാവൂ കൂടെ നാനേ എതുവുമേ നാവേ വേണാവേ മുടിവും കൂടെ നാനേ. പിന്നെ നമ്മുടെ രാമേട്ടൻ്റെ പഞ്ചായത്തിൽ ഒരു വില്ലൻ വരും. ഈ പഞ്ചായത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അത് സമ്മതിക്കില്ല. അപ്പം രാമേട്ടന് രാത്രി വില്ലന്മാർ കുത്തിയിട്ട് പുഴയ്ക്ക് എറിയും. അപ്പം നമ്മുടെ ചിരുവണ്ണം വന്നിട്ട് രക്ഷിക്കും. ഇവർ കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ഡാൻസ് കളിക്കും. ശാന്തത പാടിയ സാഗരം എന്നൊരു ചീറും ഈ കടല. ഇയാളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ചിരുവണ്ണന് രാമേട്ടനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു വില്ലൻ വരും. വില്ലന്റെ ചുണ്ട് കണ്ട ഗൈസ്, എന്തുവാടെ കാട്ടി വെച്ചേക്കുന്നത്. രാമേട്ടൻ എന്നിട്ട് ആ വില്ലന്മാരെയൊക്കെ ഇടിച്ചു കൂട്ടും. അതിനിടയ്ക്ക് നമ്മുടെ രാമേട്ടന് വെടി കൊള്ളും ഗൈസ്. രാമേട്ടൻ അങ്ങനെ പടായി ഗൈസ്. പിന്നെ രാമേട്ടന് ഒരാഗ്രഹം, രാമേട്ടൻ്റെ പഞ്ചായത്തിനെ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് നമ്മുടെ ചിരുവണ്ണനോട് പറയും. എന്നിട്ട് ചിരുവണ്ണൻ ആ പഞ്ചായത്തിനെ രക്ഷിക്കാനായിട്ട് പോവും. ചിരുവണ്ണൻ എന്നിട്ട് രാമേട്ടൻ്റെ പഞ്ചായത്തേക്ക് പോവും. എന്നിട്ട് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കും. ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിലെ ചോട്ട വില്ലന്മാരെയൊക്കെ മൂപ്പര് തല്ലും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡാൻസ് കളിക്കാനായിട്ട് വീണ്ടും പോവും. ഏറെ കഷ്ടം വന്നോടി മന്ദാകിനി, ചുണ്ടിൽ മധുരത്തേനുതിരും സ്വർഗസരംഗി. പിന്നെ ചിരുവണ്ണൻ മെയിൻ വില്ലന്മാരെ കൊല്ലാനായിട്ട് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവും. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഇതെന്താ തീവണ്ടിയാണോ? പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ഒരോളമായിക്കോട്ടെ എന്ന് കരുതി ചിരുവണ്ണൻ എന്നിട്ട് ബോള് തട്ടണമാരിയ വില്ലന്മാരെയൊക്കെ ചവിട്ടി കൂട്ടും. അങ്ങനെ പടം കഴിഞ്ഞ്.